PS മാഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുകയാണ്. ചിരിച്ചുകൊണ്ട് പറയുന്ന സന്തോഷം കൊണ്ട് തെരഞ്ഞെടുപ്പ് വരിക, പുതിയ ഒരു മാൻഡേറ്റ് വരിക, പുതിയ മുഖ്യമന്ത്രി വരിക, പുതിയ സർക്കാർ വരിക. പുതിയ എന്ന് വെച്ചാൽ അടുത്ത 5 കൊല്ലത്തേക്കുള്ളത്. അത് പിണറായി വിജയനാകാം, VD സതീശനാകാം, RC ചന്ദ്രശേഖരനാകാം, ആര് വേണേലും ആകാം. അപ്പം അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല വേറെ പുതിയ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ നിലവിലുള്ള സംവിധാനം മാറുന്ന ഉള്ളതല്ല, അടുത്ത 5 കൊല്ലത്തേക്ക് ഒരു പുതിയ മുഖ്യമന്ത്രി. ഇപ്പം എല്ലാവരും ഈ പാർട്ടിക്കകത്ത് പാർട്ടിയെ കൂടുതൽ വലിപ്പത്തിലാക്കുന്നു, അല്ലെങ്കിൽ LDFനെ കൂടുതൽ വലിപ്പത്തിലാക്കാൻ ശ്രമിക്കുന്നു, UDFനെ കൂടുതൽ വലിപ്പത്തിലാക്കാൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് ഇപ്പം അദ്ദേഹം ഒരു പുതിയുഗ ജാഥയുമായിട്ട് VD സതീശൻ വരുന്നു. പുതിയുഗ ജാഥ കഴിഞ്ഞ ഒരു പകുതിയോളം ആയില്ലെന്ന് തോന്നുന്നു. പകുതിയായപ്പോഴത്തേന് ചിരിച്ചുകൊണ്ടിരുന്ന സതീശൻ്റെ മുഖത്ത് നല്ല കരുവാളിപ്പുണ്ട്. വെയിൽ കൊണ്ടിട്ടായിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും ആ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വെയിൽ കൊണ്ടിട്ട് സ്ട്രെയിൻ എടുക്കുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇപ്പം സ്ഥാനാർത്ഥിയെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇന്നലെ KC വേണുഗോപാൽ പറഞ്ഞത്, ആരെങ്കിലും വെളിയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ അയാൾ ഈ പാർട്ടിക്കകത്ത് കാണത്തില്ല. സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നവൻ ജയിക്കുന്ന ഒരവസരം വന്നില്ലെങ്കിൽ ഇനി മറ്റു പദവികളിലേക്ക് പരിഗണിക്കുന്നത്. അല്ലാതെ അതിനകത്ത് കിടന്ന് നിയന്ത്രിക്കാൻ വയ്യാത്തോളം ഞവിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കാരണം ഈ ഞവിയുന്നത് പൊട്ടിത്തെറിക്കുന്നതും പാർട്ടിക്ക് നാളെ കാലത്തെ അത് ബാധിക്കും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾക്ക്. അപ്പോഴും ഈ പാർട്ടിക്കകത്ത് അവരുടെ പാർട്ടിയെപ്പറ്റി അവർക്ക് ബോധ്യമില്ല എന്നുള്ളതിന് തെളിവാണ് ഈ ചില സ്ഥാനാർത്ഥികളെ തേടിപ്പോകുന്നത്. ആക്രി പറക്കുന്ന കോൺഗ്രസ്. KC വേണുഗോപാൽ 2 ദിവസം ആക്രി പറക്കൊണ്ടിരിക്കുക. ഒന്ന് ജയൻ ചേർത്തല, എനിക്ക് അദ്ദേഹത്തോട് വൈരാഗ്യമൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തെ രാഷ്ട്രീയക്കാരനാണെന്ന് പുള്ളി അവകാശപ്പെടുന്നു. പക്ഷേ പുള്ളിയെ രാഷ്ട്രീയക്കാരനായിട്ട് അംഗീകരിക്കാൻ കേരളത്തിൽ എത്ര പേരുണ്ടാകുമെന്നോ, പൊതുപ്രവർത്തന രംഗത്ത് പുള്ളി ഒരു കക്ഷിയാണെന്ന് അറിയാവുന്നവരോ അംഗീകരിക്കാൻ എത്ര പേരുണ്ടെന്നോ എനിക്കറിയില്ല. പിന്നെ സാഹിത്യ അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ നല്ലൊരു കോമഡി ആർട്ടിസ്റ്റാണ്. പക്ഷേ ആ കോമഡി ആർട്ടിസ്റ്റിനെ ഈ പോസ്റ്റിനകത്ത് വെച്ചതിനകത്ത് എനിക്ക് CPM-നോട് വളരെ വലിയ പരിതാപകരമായ കാര്യമാണ്. എന്നാൽ CPM അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യും. അതിനുമുമ്പ് രഞ്ജിത്ത് വന്നതിന് ശേഷം ആ തലവേദന, രഞ്ജിത്തിൻ്റെ വിഷയത്തിനകത്തുനിന്ന് രഞ്ജിത്തിനെ മാറ്റാൻ ആ ഒരു കാരണമുണ്ടല്ലോ, ആ കാരണത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ പിന്നെ തെളിഞ്ഞെങ്കിലും അന്ന് പാർട്ടി അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് രഞ്ജിത്തിനെ പോലെ, അല്ലെങ്കിൽ അതേ രീതിയിൽ ഒരു പെണ്ണുപിടിയനായിട്ടാണ്. അപ്പോൾ അതിന് ശേഷം ആരെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ എങ്ങനെയോ കമ്മിറ്റിയിൽ വന്ന ആൾ വന്നതായിട്ട് നമുക്ക് വിചാരിക്കാം. പിന്നെ സുരേഷ് ഇവർ പറയുന്ന പോലെ, അപ്പോൾ VS അച്യുതാനന്ദനൊക്കെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആളൊക്കെ ആയിരുന്നു. CPM-നകത്ത് ഈ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടോ? സുരേഷ് സെക്രട്ടറി അദ്ദേഹത്തെയാണ് ഈ മലമ്പുഴ സ്ഥാനാർത്ഥിയാക്കുന്നത്. സത്യം പറയാൻ കഷ്ടമാണ് ഈ പാർട്ടി. നമ്മൾ ഇതുവരെ പറയുമ്പോഴും ഇതുവരെ കേൾക്കുമ്പോഴും ഒരു പാർട്ടി പറയുന്നതായിട്ടാണ്. കാരണം ഈ പാർട്ടി നശിച്ച് പണ്ടാരമടങ്ങി എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇതിനകത്ത് ഇനി യാതൊരു കാര്യവുമില്ല ആ രീതിയിലേക്ക് തോന്നിപ്പി ഞങ്ങൾ അടുത്ത പ്രാവശ്യം തോറ്റിരിക്കുന്നു, ഞങ്ങൾ ഈ ഗതികേട് കൊണ്ട് മത്സരിക്കുകയാണ്, ഞങ്ങൾക്ക് കഴക്കൂട്ടത്താ സാറേ മത്സരിപ്പിക്കാൻ പോകുന്ന ആരാ? ഈ പ്രേംകുമാറിനെ. ഞാൻ പറഞ്ഞ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഇപ്പം നിൽക്കുന്ന നിലവിലുള്ള MLA-മാരെ മറികടന്ന് MLA-മാരെ ഉണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ അധികാരത്തിൽ വരാൻ. ഈ VD സതീശൻ പറയുന്നത് ഞങ്ങൾ 110 വരും, 210 വരും. ഇത് വാക്ക് പറയുന്ന കണക്കല്ല. ഓരോ സീറ്റിനകത്തും ഉള്ള ബുദ്ധിമുട്ടിനെ പറ്റി അറിയാമല്ലോ മത്സര രംഗത്ത് വരുമ്പം. കാരണം ആരും മോശമല്ല. BJP അതിൻ്റെ വഴിക്ക് അവർക്ക് ഉണ്ടാകുന്ന സ്ട്രെങ്ത് എല്ലാം എടുത്ത് മത്സരിക്കാൻ പോവുക. CPM അറിയാമല്ലോ, ജീവൻ മരണ പോരാട്ടമാണ്. CPM ജീവൻ മരണ പോരാട്ടമാണ് അവരുടെ നിലനിൽപ്പിന്. കോൺഗ്രസിനും അതിൻ്റെ നിലനിൽപ്പിൻ്റെ. പക്ഷേ അപ്പം ഈ മത്സര രംഗത്ത് വരുമ്പം PS മാഷും ഞാനും ഒക്കെ പറയുന്നത് പറഞ്ഞാൽ ഇപ്പം നിലവിൽ CPM-ൻ്റെ MLA-മാർക്ക് എന്തുണ്ട്? ജനങ്ങളുടെ ഇടയ്ക്ക് സ്വാധീനമുണ്ട്. അത് സർവേക്കകത്തല്ല തന്നെ, യുവമാർ നടത്തിയ സർവേക്കകത്ത് തന്നെ കനകഗുലുവ പറഞ്ഞ് സൂക്ഷിക്കണം. CPM MLA-മാരെല്ലാം അവരുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ വളരെ കൃത്യമായിട്ടുണ്ട്. അവരെ തോൽപ്പിക്കുക വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് വേണ്ട വിധത്തിൽ അവരെ തോൽപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കണം. അന്നേരം ആ പ്രേംകുമാറിനെ, സുരേഷിനെ, ഈ കരമന ജയനെയും കൊണ്ടൊക്കെ സ്ഥാനാർത്ഥിയാക്കാനും പുള്ളി ഇന്ന് വൈകിട്ടൊക്കെ പറ്റിയ മീറ്റിങ്ങും ഒക്കെ KC വേണുഗോപാൽ പങ്കെടുത്തുണ്ട്. അല്ല ഇപ്പോൾ ഈ KC വേണുഗോപാലിന് മുഖ്യമന്ത്രി ആവത്തില്ലെന്ന് ബോധ്യം വന്നു, അല്ലെങ്കിൽ ഈ മാതിരിയുള്ള പണിക്ക് നിൽക്കുമോ? KC വേണുഗോപാൽ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആകാനായിട്ട് പരിശ്രമിക്കുന്നു എന്ന് നമ്മൾ കരുതേണ്ടതില്ല. എൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുക. അങ്ങനെ കയ്യിൽ കോൺഗ്രസ് ഇരിക്കുന്ന ഒരാൾ പോയിട്ട് അദ്ദേഹത്തിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് മാറിയിട്ട് വേറൊരാൾ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വരുന്നത് ഇഷ്ടമാകാൻ സാധ്യത കുറവാണെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാം നിയന്ത്രിക്കുന്നത് ഇപ്പോൾ KC-യാണ് ശരിക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മണിശങ്കർ അയ്യർ പറഞ്ഞത്, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേൽ
ഇരുന്ന കസേരയിൽ ഇപ്പോൾ ഒരു ഗുണ്ടാ നേതാവാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര ശക്തമായിട്ടുള്ള രീതിയിൽ കോൺഗ്രസിനെ നയിക്കുന്ന ഒരു നേതാവാണ് കെ സി വേണുഗോപാൽ. അപ്പോൾ അദ്ദേഹം അതിലേക്ക് വരുമെന്ന് ഞാൻ കരുതുന്നില്ല. മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് മിക്കവാറും വി ഡി സതീശനായിരിക്കും എന്ന സന്ദേശമാണ് ജയിച്ചാൽ ആ സന്ദേശമാണ് ഇപ്പോൾ നൽകപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു വിസ്മയം എന്ന് സതീശൻ വിശേഷിപ്പിച്ച ആളുകളാണ് നേരത്തെ സൂചിപ്പിച്ച പേരുകാരും. ഒന്ന് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന പ്രേംകുമാർ, മറ്റൊന്ന് വി എസ് അച്യുതാനന്ദൻ്റെ പി ആയിരുന്ന സുരേഷ്, മറ്റൊന്ന് CPIയുടെ സാംസ്കാരിക സംഘടനയുടെ ഒക്കെ നേതാവായിട്ട് നടക്കുന്ന ചേർത്തല ജയൻ എന്ന് പറയുന്ന കക്ഷി. അപ്പോൾ ഇവർ ഒക്കെ സ്ഥാനാർത്ഥികളാവും എന്ന് പറയുന്ന വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് വിസ്മയങ്ങളെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം കട്ടപ്പുക എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഈ കോൺഗ്രസ് വിസ്മയങ്ങൾ സൃഷ്ടിക്കും എന്ന് പറയുമ്പോഴൊക്കെ കരുതിയിരുന്നത് എന്താണ്, വലിയ ഇടർച്ചകൾ ഇടതുപക്ഷത്തുണ്ടാക്കുകയും അവിടെ നിന്ന് പാറ പോലെ ഉറച്ചു നിൽക്കുന്ന വലിയ കക്ഷികളെ തന്നെ പിഴുതെടുത്തു കൊണ്ടുവരും എന്നാണ് കരുതപ്പെട്ടിരുന്നത്. അങ്ങനെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മൊത്തമായിട്ടും ഇടതുപക്ഷത്ത് നിന്ന് UDFിലേക്ക് ചേക്കേറും എന്ന് പറയുന്ന വാർത്ത പരന്നത്. പക്ഷേ അത് റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന പാറയിൽ തട്ടി എന്ത് ചെയ്തു, താഴെ വീണു. അല്ലെങ്കിൽ അതിൽ ഒരു വിസ്മയവും സംഭവിച്ചില്ല എന്ന് നമുക്കറിയാം. പിന്നെ അവർ കാണിക്കുന്ന വിസ്മയങ്ങളെന്നൊക്കെ പറയുന്നത് പൊതുവെ രാഷ്ട്രീയം അറിയാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വെറുതെ അക്രികൾ തന്നെയാണ് എന്ന് തന്നെയാണ്. ഇപ്പോൾ പ്രേംകുമാറിൻ്റെ കാര്യം എന്ന് പറയുന്നത്, പ്രേംകുമാർ നടാർ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അവിടെ നടാർ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് കോൺഗ്രസിൽ എത്രയോ ശക്തന്മാരായിട്ടുള്ള നടാർമാരുണ്ട്. അങ്ങനെ ഉള്ള സ്ഥലത്ത് അതിന് പകരമായിട്ട് പ്രേംകുമാറിനെ വെച്ച് കഴക്കൂട്ടത്ത് പ്രേംകുമാറിന് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ നെയ്യാറ്റിങ്കര അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് പ്രേംകുമാറിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അതുപോലെ സുരേഷിന് മലമ്പുഴയിൽ എന്താ ചെയ്യാൻ കഴിയുന്നത്? സുരേഷിനെ കൊണ്ടുവരുമ്പോൾ പൊതുവെ കോൺഗ്രസ് ധരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വി എസ് അച്യുതാനന്ദൻ്റെ ഒരു രാഷ്ട്രീയ പൈതൃകം അത് കോൺഗ്രസിനൊപ്പമാണ് എന്ന് സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കാൻ ജനങ്ങൾ വിചാരിക്കും എന്നാണ് ഇവർ കരുതുന്നത്. ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത് നമുക്കറിയാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതങ്ങനെ ഒരു വിസ്മയമായി മാറുന്നു. ചേർത്തല ജയൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ആയിട്ട് ആരും പരിഗണിക്കുന്ന ഒരാളല്ല. പക്ഷേ കോൺഗ്രസ് അയാളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നോക്കൂ, ഇടതുപക്ഷത്ത് നിന്ന് ഞങ്ങൾ അടർത്തിയെടുത്തിരിക്കുന്നതായിട്ടുള്ള മാണിക്യങ്ങളെ കണ്ടോ എന്നാണ് കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുക. പക്ഷേ അത് സംഭവിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെയാണ് ശശിയുടെ പേര് കേൾക്കുന്നു. ശശി സ്ഥാനാർത്ഥിയാവുമെന്നും ശശി ജാഥയിലുണ്ടാവും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ ശശിക്കെതിരെ കോൺഗ്രസ് ഇക്കാലം മുഴുവനും ശ്രീലാമ്പഴൻ പെണ്ണുപിടിയൻ എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്നതാണ്. അവൻ CPMൽ നിന്ന് മാറിയിൽ പെണ്ണുപിടിയനല്ലാതാകുന്നു എന്ന സന്ദേശം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ മിക്കവാറും താരതമ്യം ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടവും ശശിയൊക്കെ ആയിട്ടായിരിക്കാം. രാഹുൽ മാങ്കൂട്ടം ഒക്കെ ഇതിനെ മാന്തി കീറുന്നു, എന്നാൽ ശശി വളരെ സോഫ്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പരിപാടികളൊക്കെ നടത്തുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇങ്ങനെ മുന്നോട്ട് പോയത് കൊണ്ട് UDF വിജയിക്കുമെന്നും നേട്ടം കൊയ്യുമെന്നും കരുതുന്നതിലൊരു കഥയുമില്ല. മാത്രമല്ല ഈ വിസ്മയം നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞ് ആളുകളെ കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയൊരു വിഷയമായിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്, അവർക്ക് തന്നെ. മാത്രമല്ല അവരുടെ കൂട്ടത്തിൽ നടക്കുന്ന ആളുകളുടെ ഇഷ്ടം പോലെ സ്ഥാനാർത്ഥികളായ അവരുടെ സ്ഥാനാർത്ഥി മോഹങ്ങളുടെ കടക്കലാണ് ഇവർ കത്തിവെക്കുന്നത്. സത്യത്തിൽ അത് കോൺഗ്രസിനകത്ത് തന്നെ പ്രശ്നങ്ങളാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന ആളുകളെ ഈ വേസ്റ്റ് അക്രി പെറുക്കി കൂട്ടിക്കഴിയുമ്പോൾ ഇതിനകത്തുള്ള ആളുകൾ എന്ത് ചെയ്യും? അവർക്കിവിടെ മത്സരിക്കാൻ സ്ഥാനം. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരതിനകത്ത് കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനകത്ത് വേറെ കാര്യമുണ്ട് പേഴ്സൺ. പക്ഷേ അതിനകത്ത് വേറെ നമ്മൾ എത്ര പറയുമ്പോഴും CPMനെ അംഗീകരിക്കേണ്ടതായിട്ട് വല്ല ചില കാര്യത്തിനകത്ത് അവിടെ തീരുമാനങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും. ചിരി വന്നു പോയി. ഇന്നലെ ഗോവിന്ദൻ മാഷിൻ്റെ അടുത്ത് ചോദിച്ചു, ശശിയുടെ കാര്യം ചോദിച്ചപ്പോൾ ശശി അയാൾ പോന്നേ പോട്ട് പാർട്ടിക്കകത്ത്
പാർട്ടിക്കകത്ത് നിൽക്കാം, പാർട്ടിക്ക് വെളിയിൽ പോകുന്നവർ പോകും, തടയാനാരുമില്ല. ഇയാളുടെ കാര്യം ചോദിച്ചോ, പറഞ്ഞു സംസാരിച്ചോ, ആരൊക്കെ സംസാരിക്കുന്നുണ്ട്, അത് സംസാരിച്ച് മയപ്പെടുത്തും, സംസാരിച്ചിട്ട് അയാൾക്ക് താല്പര്യമില്ല, പോട്ടെ. അപ്പോൾ ഈ ഒരു നിലപാട് കണ്ടോ, ഇവരൊന്നും പോകുന്നതിനകത്ത് പാർട്ടിക്ക് യാതൊരു ആശങ്കയുമില്ല, പാർട്ടിയെ ഒരു രീതിയിലും ബാധിക്കത്തില്ല, പാർട്ടിക്ക് ഇതൊരു പ്രശ്നമേ അല്ല. ആ ഇടത്താണ് ഇതിനെ പറക്കൊണ്ട് അങ്ങോട്ട് പോകുന്നത്. കാരണം അത് ആ പറച്ചിൽ നിന്ന് അവരുടെ ആ ബോഡി ലാംഗ്വേജ് അത് പ്രശ്നമാണ്. ഇവർ പോയ പാർട്ടിക്ക് ഒന്നും സംഭവിക്കാനില്ല. അല്ല, അതാണ് CPM നിലപാടും. ആ സ്ഥാനത്ത് ഈ CPM അങ്ങനെ കരുതുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, പുറന്തള്ളുന്ന മാലിന്യങ്ങളെ പറക്കിയെടുക്കുന്ന കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിന്റെ ഇവർ പറയുമല്ലോ, കോൺഗ്രസ് ഇവിടെ വലിയ ശക്തമാണ്, നാളെ കാലത്തെ കാണിക്കാം, അല്ലെങ്കിൽ അല്ല, അവർ പറയുന്നതിൻ്റെ ഒരു അടിത്തറ ഇതാണ്. അതായത് ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വലുതാക്കുക, ഇത്തരം കല്ലുകളൊക്കെ സ്ഥാപിച്ച് അത്ര. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.